നമ്മുടെ നാട്ടിലെ IPS ഉദ്യോഗസ്ഥന്മാർ അവരിരിക്കുന്ന വിവിധ റാങ്കുകൾ, അവർ കൈകാര്യം ചെയ്യുന്ന വിവിധ പൊസിഷനുകൾ, അവരുടെ സാലറി, മറ്റ് സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ കാലാകാലങ്ങളായി സംശയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഇപ്പോഴിതാ IPS ഉദ്യോഗസ്ഥന്മാരുടെ സാലറിയൊക്കെ ബന്ധപ്പെട്ടിട്ട് ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ കൂടുതലായി ആളുകൾ ഇത്തരം സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എന്താണ് UPSC സിവിൽ സർവീസ് പരീക്ഷ, അതിലൂടെ എങ്ങനെയാണ് ആളുകൾ IAS IPS പോലെയുള്ള സർവീസുകളിലേക്ക് എത്തുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം IPS എന്ന സർവീസിലേക്ക് കയറുന്ന ഒരാൾ വഹിക്കുന്ന പൊസിഷനുകൾ എന്തൊക്കെയാണ്, അവരുടെ റാങ്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്ന കേരള പോലീസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരാളുടെ പേര് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള റാങ്ക് എത്രയാണ്, അയാൾ കൊടുത്തിട്ടുള്ള സർവീസ് പ്രിഫറൻസുകൾ ഏതൊക്കെയാണ്, ആ ഉദ്യോഗാർത്ഥി ജനറൽ കാറ്റഗറിയാണോ റിസർവേഷൻ കാറ്റഗറിയാണോ, അദ്ദേഹം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സർവീസിന് ആ ഒരു വർഷം വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഓരോ ആളുകൾക്കും സർവീസുകൾ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് IPS ആണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരാൾ IPSലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 വർഷം എന്ന് പറയുന്നത് അയാളുടെ ട്രെയിനിങ് പീരിയഡാണ്. ഈ ട്രെയിനിങ് തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ട്രെയിനിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ മസൂറിയിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലബാസ്ന എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആ ഒരു അക്കാഡമിയിലാണ് ഇവരുടെ ഫൗണ്ടേഷൻ ട്രെയിനിങ് നടക്കുന്നത്. അത് IPSകാർക്ക് മാത്രമല്ല, IAS IPS IFS പോലെയുള്ള പ്രധാനപ്പെട്ട സർവീസുകളിൽ വരുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഈ ട്രെയിനിങ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ഫൗണ്ടേഷൻ ട്രെയിനിങ്ങിന് ശേഷം IAS ഒഴികെ ബാക്കി സർവീസിലുള്ള ആളുകളെല്ലാം അവരുടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാഡമികളിലേക്ക് അവരവരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. IASകാർക്ക് മാത്രമാണ് പിന്നീട് ലബാസ്നയിൽ അവരുടെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ IPSകാരെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിയിലാണ് അവരുടെ ഫർദർ ട്രെയിനിങ് നടക്കുന്നത്. ഏകദേശം 1 വർഷക്കാലത്തോളമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നത്. പോലീസിങ്ങുമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇത് കാണാം. ഇവിടെ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. യൂണിഫോമിലാണ് ഇവരുടെ ട്രെയിനിങ് നടക്കുന്നത്. ആ യൂണിഫോം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷോൾഡർ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ IPS എന്നുള്ള 3 അക്ഷരം കൊത്തിവെച്ചിരിക്കുന്ന സിമ്പിൾ ഇവരുടെ ഷോൾഡറിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നക്ഷത്രവും അവിടെ ഉള്ളതായിട്ട് കാണാം. ഇതാണ് ആ ഒരു സമയത്തെ അവരുടെ യൂണിഫോം. അങ്ങനെ ഏകദേശം 1 വർഷക്കാലത്തെ ഈ ട്രെയിനിങ് കഴിയുമ്പോൾ ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഡിസ്ട്രിക്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അയക്കുകയാണ്. അതായത് ഇവർ ഏത് കേഡറാണ് ഇവർക്ക് അലോട്ടഡ് ആയിട്ടുള്ളത്, ആ കേഡറിലെ ഒരു SP റാങ്കിലൊക്കെയുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഒരു പ്രൊബേഷണറി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഓഫീസർമാരെ അയക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 6 മാസക്കാലമാണ് ഇവർക്ക് ഈ ട്രെയിനിങ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ASP അസിസ്റ്റൻറ്റ് സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാങ്കിലാണ് ഇവർ അപ്പോയിൻറ്റഡ് ആവുന്നത്. എന്ന് മാത്രമല്ല ഇവരുടെ യൂണിഫോമിലും ചെറിയ രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവുകയാണ്. ഇവരുടെ ഷോൾഡർ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ IPS സിമ്പിളിന് പുറമെ 2 നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു യൂണിഫോമിലാണ് ഇവരുടെ പ്രൊബേഷണറി പീരീഡ് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം 6 മാസക്കാലത്തെ ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം ഇവർ വീണ്ടും തിരിച്ച് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അവിടെ ഏകദേശം 3-3.5 മാസം വരുന്ന 4ാം ഘട്ട ട്രെയിനിങ്ങും ഈ IPS ഉദ്യോഗസ്ഥർ ലഭിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ഏകദേശം 2 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന് ശേഷമാണ് ഓരോ IPS ഉദ്യോഗസ്ഥരും അവർക്ക് ഏത് കേഡറാണോ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ കേഡറിലേക്ക് അവരുടെ ഫസ്റ്റ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അവർ ഓരോ റാങ്കുകളിലൂടെയും ഓരോ പൊസിഷനുകളിലൂടെയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരള സംസ്ഥാനത്തെ സ്റ്റേറ്റ് പോലീസിൻ്റെ ഭാഗമായി, അതിൽ തന്നെ ലോ ആൻഡ് ഓർഡർ വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവരെങ്ങനെ ഓരോ പൊസിഷനും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഈ ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പൊസിഷനുകളിൽ ചെറിയ രീതിയിലുള്ള മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ സേനകളിലേക്കും അതുപോലെ വിവിധ ഏജൻസികളിലേക്കും പോകുമ്പോഴും ഈ പൊസിഷനുകളിലൊക്കെ മാറ്റമുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് ഒരു IPS ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോൾ അവരാദ്യം പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ASP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു റാങ്കിലാണെന്ന് മനസ്സിലാക്കുക. അസിസ്റ്റൻറ്റ് സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ASP പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കേരളത്തിലെ വിവിധ മേഖലകളെ വിവിധ സബ് ഡിവിഷനുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ സബ് ഡിവിഷൻ്റെയും കീഴിൽ വിവിധങ്ങളായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകൾ വരുന്നത് കാണാം. ഈ ഒരു സബ് ഡിവിഷൻ്റെ ചുമതലയാണ് ഈ അസിസ്റ്റൻറ്റ് സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിന് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം.
ഇനി അവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ യൂണിഫോമിൽ നിന്ന് തന്നെയാണ് അവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക. അവരുടെ ഷോൾഡർ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ IPS എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പലിനോടൊപ്പം 3 നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെയാണ് ഒരു ASP നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുക. ഇനി ഇവരുടെ സാലറി എങ്ങനെയാണ് എന്നൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 56,100 രൂപയാണ്. എന്നാൽ ഇതിൻ്റെ പുറമെ TA, DA, ഹൗസ് റെൻറ്റ് അലവൻസ്, ഗ്രേഡ് പേ ഇങ്ങനെയുള്ള ഒരുപാട് അലവൻസുകൾ വരുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ ASP റാങ്കിലേക്ക് പ്രവേശിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് പൊതുവെ പറയപ്പെടുന്നത് ഏറെക്കുറെ ഒരു 70,000 രൂപയൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ASP റാങ്കിൽ നിന്നുമുള്ള അടുത്ത ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നതാണ് അഡീഷണൽ SP എന്ന് പറയുന്നത്. അഡീഷണൽ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASPക്ക് മുകളിലുള്ള പൊസിഷനാണ്, എന്നാൽ SPയേക്കാൾ താഴെയുള്ള ഒരു പൊസിഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ അഡീഷണൽ SP എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിൻ്റെ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജില്ലയുടെ മുഴുവൻ ചുമതലയൊന്നും കിട്ടുന്നില്ല. വലിയ വലിയ ജില്ലകളിലുള്ള SP എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ താഴെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അഡീഷണൽ SP എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. മാത്രമല്ല SP ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ആ ജില്ലയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ അഡീഷണൽ SP ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു അസിസ്റ്റൻറ്റ് SPയിൽ നിന്നും ഒരു അഡീഷണൽ SPയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് അവരുടെ യൂണിഫോമിൽ നിന്നാണ്, അല്ലെങ്കിൽ ഷോൾഡർ ഇൻസിഗ്നിയിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അഡീഷണൽ SPയുടെ കാര്യത്തിൽ നക്ഷത്രങ്ങളൊന്നുമില്ല, അതിന് പകരം IPS എന്ന മുദ്രയോടൊപ്പം ഒരു അശോക ചിഹ്നമാണുള്ളത് എന്ന് കാണാം. ഇങ്ങനെയാണ് നമുക്കൊരു അഡീഷണൽ SPയെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഇവരുടെ സാലറി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇൻ ഹാൻഡ് സാലറി ആയിട്ട് പൊതുവെ പറയുന്നത് ഏകദേശം ഒരു 84,000 രൂപയോളമാണ്. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഒരു അഡീഷണൽ SP. ഇനി ഇത്തരത്തിൽ ഒരാൾ അഡീഷണൽ SP ആയി കുറച്ച് കാലം കഴിയുമ്പോൾ അടുത്ത റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അതിനെയാണ് SP അല്ലെങ്കിൽ സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് എന്ന് പറയുന്നത്. ഒരു IPS ഉദ്യോഗസ്ഥൻ ആദ്യത്തെ പോസ്റ്റിംഗ് അസിസ്റ്റൻറ്റ് SP ആയിട്ടൊരു പോസ്റ്റിംഗ് കിട്ടിയതിന് ശേഷം 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു SP ആയി മാറാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിൻ്റെ ചുമതല എന്ന് പറയുന്നത്? കേരളത്തെ 20 പോലീസ് ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്തെ താരതമ്യേന ചെറിയ ജില്ലകളുടെ ഭരണം അല്ലെങ്കിൽ ആ ജില്ലകളുടെ അധികാരമാണ് ഈ സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ലഭിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതാണ് SPയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി SPയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവരുടെ ഷോൾഡർ ഇൻസിഗ്നിയിൽ നിന്ന് തന്നെയാണ്. IPS എന്ന മുദ്രയോടൊപ്പം അശോക ചിഹ്നവും അതിനോടൊപ്പം ഒരു എക്സ്ട്രാ സ്റ്റാറും കൂടെയാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെയാണ് അവരുടെ യൂണിഫോം വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ സാലറി നോക്കുകയാണെങ്കിൽ ഏകദേശം അത് 97,000 രൂപയോളമാണ് എന്ന് കാണാൻ കഴിയും. ഇനി ഈ SP എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ നിന്നും അടുത്തൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ അടുത്തൊരു റാങ്ക് എന്ന് പറയുന്നത് SSP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷനാണ്, അതായത് സീനിയർ സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ്. അപ്പോൾ എന്താണ് SPയിൽ നിന്നും ഈ SSPക്ക് കിട്ടുന്ന കൂടുതൽ ചുമതല അല്ലെങ്കിൽ അധികാരങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പോലീസ് ജില്ലകളുടെ ചുമതലയാണ് ഈ SSPയുടെ കയ്യിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇതിനകത്തെ വലിയ ജില്ലകൾ അല്ലെങ്കിൽ കൂടുതൽ ജനസംഖ്യയൊക്കെയുള്ള ജില്ലകളുടെ ചുമതലയായിരിക്കും ഈ SSPയുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഈ SSPയെ തിരിച്ചറിയുന്നത്? അവരുടെ ഷോൾഡർ ഇൻസിഗ്നിയ നോക്കുകയാണെങ്കിൽ അവിടെ IPS എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രയുണ്ട്, അതോടൊപ്പം തന്നെ അശോക ചിഹ്നവുമുണ്ട്. അതിൻ്റെ ഒപ്പം 2 നക്ഷത്രങ്ങളാണ് ഈ സീനിയർ സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ അവരുടെ യൂണിഫോമിൽ പ്രകടമായിട്ടുള്ള മറ്റൊരു വ്യത്യാസവും കൂടെ വരുന്നുണ്ട്. അതിനെയാണ് കോളർ ഗോർജറ്റുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൻ്റെ കോളർ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സംവിധാനം കാണാം. നീല നിറത്തിലുള്ള ഒരു പ്രതലത്തിൽ ഒരു വെളുത്ത വരയായിരിക്കും കാണിക്കുക. ഇതിനെയാണ് കോളർ ഗോർജറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കോളർ ഗോർജറ്റിലൂടെയും നമുക്കൊരു സീനിയർ സൂപ്പരിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി ഇവരുടെ സാലറി എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,40,000 രൂപയൊക്കെയാണ് ഓരോ മാസത്തെ ഇവരുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് പറയപ്പെടുന്നത്. ഇനി SSP റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും ഒരു 5-6 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പൊസിഷനിലേക്കുള്ള പ്രൊമോഷൻ കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത റാങ്ക് എന്ന് പറയുന്നതാണ് DIG എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നാണ് DIGയുടെ ഫുൾ ഫോം. അപ്പോൾ ഒരു DIGയുടെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ പോലീസിങ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് 4 റേഞ്ചുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ റേഞ്ചിൻ്റെയും കീഴിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പോലീസ് ഡിസ്ട്രിക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ റേഞ്ചുകളുടെയും പൂർണ്ണമായിട്ടുള്ള അധികാരവും ചുമതലയുമാണ് DIG എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കീഴിലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഇൻസിഗ്നിയിൽ IPS എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പലുണ്ട്, അതുപോലെ തന്നെ അശോക ചിഹ്നമുണ്ട്, അതോടൊപ്പം 3 നക്ഷത്രങ്ങളും വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ SSPയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കോളർ ഗോർജറ്റ് നോക്കുകയാണെങ്കിൽ SSPയുടേതുപോലെ തന്നെയുള്ള ഒരു കോളർ ഗോർജറ്റ് കാണാം. എന്നാൽ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തിരിച്ചറിയാൻ മറ്റ് ചില മാർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്നുമാണ്.
DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ വാഹനം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ പ്ലേറ്റിന് മുകളിൽ നീല നിറത്തിലുള്ള ഒരു ബോർഡിൽ ഒരു നക്ഷത്രം കൊടുത്തിരിക്കുന്നത് കാണാം. ഇങ്ങനെ അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ്റെ വാഹനത്തിന് മുന്നിൽ ത്രികോണാകൃതിയിലുള്ള ഒരു ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലെല്ലാം DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഏകദേശം 1,67,000 രൂപയോളമാണ് ഇവരുടെ ഒരു ഇൻ ഹാൻഡ് സാലറി ആയിട്ട് പറയപ്പെടുന്നത്. ഇനി ഈ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വീണ്ടും ഒരു 5-6 വർഷക്കാലം സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത റാങ്കിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. ആ ഒരു റാങ്കിനെയാണ് നമ്മൾ IG എന്ന് പറയുന്നത്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അപ്പോൾ ഇൻസ്പെക്ടർ ജനറലിൻ്റെ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിങ്ങിന് വേണ്ടിയിട്ട് 2 സോണുകളായിട്ട് 2 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് ഉത്തര മേഖല അതുപോലെ തന്നെ ദക്ഷിണ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലകളുടെ അധികാരം അതുപോലെ തന്നെ ഈ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വാർത്തകളിൽ ഉത്തര മേഖല IG, ദക്ഷിണ മേഖല IG എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ DIGയിൽ നിന്നും IG-യിലേക്ക് കടന്നു വരുമ്പോൾ ഇവരുടെ യൂണിഫോമിൽ അല്ലെങ്കിൽ ചിഹ്നങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവുകയാണ്. ഇപ്പം തന്നെ ഷോൾഡർ ഇൻസിനെ നോക്കുകയാണെങ്കിൽ ഇത്രയും നേരവും പറഞ്ഞ റാങ്കുകളിൽ IPS ഉദ്യോഗസ്ഥന്മാരുടെ തോളിലുണ്ടായിരുന്ന അശോക ചിഹ്നം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് പകരം ഒരു പുതിയ ചിഹ്നം കടന്നു വരികയാണ്. ഇതിനെയാണ് ക്രോസ്ഡ് സ്വോർഡ് ആൻഡ് ബാറ്റൺ എന്ന് പറയുന്നത്. പരസ്പരം ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു വാളും ഒരു ബാറ്റണുമാണ് ഈ ഒരു പുതിയ ചിഹ്നം. സോ അവരുടെ ഷോൾഡർ ഇൻസിനെ നോക്കുകയാണെങ്കിൽ IPS എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രയുണ്ട്. അതോടൊപ്പം ഈ ക്രോസ്ഡ് സ്വോർഡ് ആൻഡ് ബാറ്റൺ കാണാം. അതിൻ്റെ ഒപ്പം ഒരു നക്ഷത്രവും കൂടി കടന്നു വരികയാണ്. ഇതാണ് ഒരു IG-യുടെ ഷോൾഡർ ഇൻസിഗ്നിയ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോളർ ഗോർജറ്റിലും ഒരു മാറ്റം വരികയാണ്. ഇവിടെ നീലപ്രതലത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് പകരം ഓക്ക് മരത്തിൻ്റെ ഇലയുടെ ആകൃതിയാണ് വരച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഒരു IG-യുടെ വാഹനത്തിൽ നിന്നും അദ്ദേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. വാഹനത്തിന് മുന്നിലെ ഫ്ലാഗ് ഒരു DIG-യെ സംബന്ധിച്ചിടത്തോളം ത്രികോണാകൃതിയായിരുന്നെങ്കിൽ ഇവിടെ മറ്റൊരാകൃതിയാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവരുടെ നമ്പർ പ്ലേറ്റിന് മുകളിലുള്ള നീല ബോർഡിൽ ഒരു നക്ഷത്രത്തിന് പകരം 2 നക്ഷത്രങ്ങൾ കടന്നു വരുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഇവരുടെ വാഹനങ്ങളിൽ നിന്നും ഒരു IG-യെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഏകദേശം 1,80,000 രൂപയോളമാണ് ഇവരുടെ ഒരു മന്ത്ലി സാലറി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ IG എന്ന പൊസിഷനിൽ നിന്നും അടുത്തൊരു പ്രൊമോഷൻ വരുന്നത് വീണ്ടും ഒരു 5-6 വർഷത്തിന് ശേഷം ഇവരുടെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ADGP എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കാണ്. ഇതിനെയാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ADGPയുടെ ചുമതല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് പോലീസിലെ ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൻ്റെ കാര്യമാണ്. ഇതുപോലെ സ്റ്റേറ്റ് പോലീസിൽ വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് കാണാം. ക്രൈം ബ്രാഞ്ച് ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, കേരള പോലീസ് അക്കാഡമി ഉണ്ട്, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളുള്ളത് കാണാം. ഈ ഓരോ മേഖലയ്ക്കും നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അധികാരികളെയാണ് ADGP അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ADGP റാങ്കിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും? അവരുടെ തോളിൽ നോക്കുകയാണെങ്കിൽ അവിടെ IPS എന്ന് പറഞ്ഞുള്ള മുദ്രയുണ്ട്. അതുപോലെ തന്നെ അശോക ചിഹ്നമുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്രോസ്ഡ് സ്വോർഡ് ആൻഡ് ബാറ്റണും തിരിച്ചു വരികയാണ്. ഈ 3 സിമ്പിളുകളാണ് അവരുടെ ഷോൾഡറിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം ഒരു IG-യുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഓക്ക് ലീഫിൻ്റെ മാതൃകയിലുള്ള കോളർ ഗോർജറ്റാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരുടെ വാഹനത്തിൽ നിന്നും ഇവരെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇവരുടെ വാഹനത്തിന് മുന്നിലുള്ള ഫ്ലാഗിന് കൃത്യമായിട്ടുള്ള ചതുരാകൃതിയാണെന്ന് കാണാം. അതുപോലെ തന്നെ ഇവരുടെ നമ്പർ പ്ലേറ്റിന് മുകളിലുള്ള നീലപ്രതലത്തിൽ 3 നക്ഷത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ഏകദേശം 2,26,000 രൂപയോളമാണ് ഇവരുടെ ഒരു മാസത്തെ സാലറി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ നമ്മുടെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് പോവുകയാണ്. ഒരു IPS ഉദ്യോഗസ്ഥനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അയാൾ സർവീസിൽ പ്രവേശിച്ച് ഏകദേശം ഒരു 30 വർഷത്തിനൊക്കെ ശേഷമാണ് ഈ ഒരു റാങ്കിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നത്. അതിനെയാണ് DGP അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ പോലീസ് മേധാവി എന്ന് പറഞ്ഞുള്ളൊരു ചുമതലയാണ് ഈ DGPയുടെ തോളുകളിലേക്ക് വരുന്നത്. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ ഒരു DGPയെയും ADGPയെയും അവരുടെ യൂണിഫോമിൽ നിന്നോ അവരുടെ ഷോൾഡർ ഇൻസിഗ്നിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിൽ നിന്നോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവരുടെ 2 പേരുടെയും ഈ കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയായിരിക്കും. തോളത്ത് IPS എന്ന് പറഞ്ഞുള്ള മുദ്രയുണ്ടാവും, അശോക ചിഹ്നമുണ്ടാവും, അതുപോലെ തന്നെ ക്രോസ്ഡ് സ്വോർഡ് ആൻഡ് ബാറ്റൺ ഉണ്ടാവും. ഇവരുടെ കോളർ ഗോർജറ്റ് അതുപോലെ തന്നെയായിരിക്കും. ഇവരുടെ വാഹനത്തിന് മുന്നിലുള്ള പതാക ചതുരാകൃതിയിലായിരിക്കും. ഇവർക്ക് 3 സ്റ്റാറുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് തിരിച്ചറിയുക. റാങ്കിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത് എന്നതുകൂടി മനസ്സിലാക്കുക. ഏകദേശം 2,55,000 രൂപയോളം ഒരു DGPയുടെ മന്ത്ലി സാലറി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും. അങ്ങനെയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും ഒരു DGP മാത്രം പോരെ? കാരണം എല്ലാ സംസ്ഥാനത്തും ഒരു പോലീസ് സേന മാത്രമല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നിലധികം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഞാനീ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് പോലീസിനെ കുറിച്ച് മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റ് സേനകളുടെയും മേധാവികളായിട്ട് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ കേരള പ്രിസൺ ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് കമ്മീഷണർ, ഇങ്ങനെയുള്ള ഉയർന്ന പൊസിഷനുകളിലേക്കും DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഫോഴ്സുകളുടെ വിവിധങ്ങളായിട്ടുള്ള പൊസിഷനുകളിലേക്ക് എത്തിച്ചേരാൻ ഒരു IPS ഉദ്യോഗസ്ഥന് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ റാങ്കിൻ്റെ ചുമതലയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിനെ ഒരു ഉദാഹരണമായിട്ട് എടുത്തതാണ് എന്നുള്ളത് കൂടെ തിരിച്ചറിയാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു DGP റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പോലീസ് ചീഫായി മാറിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അല്ലെങ്കിൽ പ്രൊമോഷനൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന് സെൻട്രൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോയിട്ട് വിവിധ സേനകളുടെയൊക്കെ തലപ്പത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സുകൾ, CISF, CRPF, ITBP, BSF പോലെയുള്ള ഫോഴ്സുകൾ, അതുപോലെ തന്നെ CBI, NIA പോലെയുള്ള ഏജൻസികൾ, ഇങ്ങനെയുള്ള ഏജൻസികളിലെല്ലാം IPS ഉദ്യോഗസ്ഥർ വിവിധങ്ങളായിട്ടുള്ള പൊസിഷനുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ റാങ്ക് സിമിലർ ആണെങ്കിലും അവരിരിക്കുന്ന പൊസിഷൻ്റെ പേരുകൾ ഡിഫറൻ്റ് ആയിരിക്കും, അവരുടെ ചുമതലകൾ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ ഒരു IPS ഉദ്യോഗസ്ഥന് മുകളിലേക്ക് പോയി അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന, ഫോർമലായി എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനാണ്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മേധാവിയാവുക എന്നുള്ളതാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷൻ. ഇദ്ദേഹത്തെ നമുക്ക് യൂണിഫോമിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ IPS എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രയുണ്ടാവും, അശോക ചിഹ്നമുണ്ടാവും, അതുപോലെ തന്നെ ക്രോസ്ഡ് സ്വോർഡ് ആൻഡ് ബാറ്റൺ ഉണ്ടാവും. ഇതിനോടൊപ്പം ഒരു നക്ഷത്രവും കൂടി കടന്നു വരുന്നത് കാണാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലുള്ള വ്യത്യാസം. ഇനി ഇദ്ദേഹത്തിൻ്റെ വാഹനം നോക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റിന് മുകളിൽ 4 സ്റ്റാറുകൾ വന്നിരിക്കുന്നതാണ്. ഒരു 4 സ്റ്റാർ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത്. ഇതാണ് ഒരു IPS ഉദ്യോഗസ്ഥന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് IPS ഉദ്യോഗസ്ഥരുടെ വിവിധ റാങ്കുകളും അവരുടെ സാലറികളും അവരുടെ ചുമതലകളും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത്രയും കേട്ട് കഴിയുമ്പോൾ ചിലരുടെയെങ്കിലും ഉള്ളൊരു സംശയം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിനകത്ത് ഈ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ ആരാണ്, എവിടെയാണ്? നമ്മൾ പലപ്പോഴും IPS ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ട് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു റാങ്ക് അല്ല, അതൊരു പൊസിഷൻ, ഒരു സ്ഥാനപ്പേര് മാത്രമാണ്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ ഡൽഹി പോലീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പോലീസ് ചീഫിനെ വിളിക്കുന്ന പേരാണ് പോലീസ് കമ്മീഷണർ എന്ന് പറയുന്നത്. DGP റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ പോലീസ് കമ്മീഷണർ. എന്നാൽ നമ്മൾ കേരള പോലീസിലേക്ക് വന്നു കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ IG റാങ്കുള്ള ഉദ്യോഗസ്ഥർ, ചില സ്ഥലങ്ങളിൽ DIG റാങ്കുള്ള ഉദ്യോഗസ്ഥർ, ചില സ്ഥലങ്ങളിൽ SP റാങ്കുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഈ കമ്മീഷണറായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേരള പോലീസിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏറ്റവും മുകളിലുള്ളത് DGP ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ താഴെ നമ്മുടെ പോലീസിലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ADGPമാരുണ്ട്. അതിനകത്ത് നമുക്ക് ലോ ആൻഡ് ഓർഡർ എടുത്ത് പരിശോധിക്കാം. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡറിന് വേണ്ടിയിട്ട് കേരളത്തെ നമ്മൾ 2 മേഖലകളായിട്ട്, 2 സോണുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നാണ് ഉത്തരമേഖല, രണ്ടാമത്തേത് ദക്ഷിണ മേഖല. ഈ സോണുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതത് IGമാരാണ്, ഇൻസ്പെക്ടർ ജനറൽമാരാണ്. ഈ സോണുകളെ നമ്മൾ വീണ്ടും റേഞ്ചുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 4 റേഞ്ചുകളാണുള്ളത്. കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, ഇങ്ങനെ 4 റേഞ്ചുകളാണുള്ളത്. ഈ ഓരോ റേഞ്ചിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഓരോ DIGമാർക്കാണ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്മാർക്കാണ്. ഇനി ഈ ഓരോ റേഞ്ചുകളുടെയും കീഴിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഡിസ്ട്രിക്റ്റുകൾ വരുന്നത്. ഈ പോലീസ് ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറയുന്നതും നമ്മുടെ നാട്ടിലെ റവന്യൂ ഡിസ്ട്രിക്റ്റുകളും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 14 ജില്ലകളാണുള്ളത് നമ്മൾ പറയും. പക്ഷേ പോലീസ് ഡിസ്ട്രിക്റ്റുകളുടെ കാര്യത്തിൽ 20 ജില്ലകളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലെ ജനസംഖ്യയൊക്കെ കൂടിയ 6 ജില്ലകൾ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, ഈ 6 ജില്ലകളെ വീണ്ടും 2ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഈ 2-നകത്ത് ഒരെണ്ണം ഒരു റൂറൽ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും, മറ്റേത് ഒരു സിറ്റി ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് നമുക്ക് കാണാം. ബാക്കി വരുന്നത് ഞാൻ നേരത്തെ പറയാത്ത 8 ജില്ലകൾ റവന്യൂ ജില്ലകളും പോലീസ് ജില്ലകളും ഒരുപോലെ തന്നെയാണ്. ഈ 6 ജില്ലകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തരംതിരിവ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റൂറൽ ജില്ലകളുടെ എല്ലാം ഭരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു SP-യുടെ കീഴിലാണ് നടക്കുന്നതെന്ന് കാണാം. ഇതിനകത്ത് വന്നിട്ടുള്ള 6 സിറ്റി ഡിസ്ട്രിക്റ്റുകളിലാണ് ഒരു കമ്മീഷണറേറ്റ് സിസ്റ്റം ഉള്ളത്. അതായത് അവിടെ ഭരിക്കുന്ന മേധാവി അല്ലെങ്കിൽ പോലീസ് മേധാവിയാണ് നമ്മളൊരു കമ്മീഷണർ, പോലീസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ കൊച്ചിയും, ഈ 2 സിറ്റി ഡിസ്ട്രിക്റ്റുകൾ വലിയ സിറ്റി ഡിസ്ട്രിക്റ്റുകളാണ്. അവിടുത്തെ പോലീസ് കമ്മീഷണർ എന്ന് പറയുന്നത് IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോഴിക്കോട് സിറ്റി നോക്കുകയാണെങ്കിൽ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ പോലീസ് കമ്മീഷണർ. ഇനി ബാക്കി വന്നിട്ടുള്ള 3 സിറ്റി ഡിസ്ട്രിക്റ്റുകൾ, അതായത് കണ്ണൂർ, തൃശ്ശൂർ, കൊല്ലം, ഈ 3 സിറ്റി ഡിസ്ട്രിക്റ്റുകളുടെയും ചുമതലയുള്ളതും കമ്മീഷണർ തന്നെയാണ്. പക്ഷേ അവിടുത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണെന്നും ഒരു റാങ്ക് അല്ല എന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ഇത്രയും പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ബാക്കി കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓരോ പോലീസ് ഡിസ്ട്രിക്റ്റിനും നേതൃത്വം നൽകുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അല്ലെങ്കിൽ കമ്മീഷണർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി
ഇനി ഓരോ പോലീസ് ഡിസ്ട്രിക്റ്റിൻ്റെയും കീഴിലാണ് ഓരോ പോലീസ് സ്റ്റേഷൻ ഏരിയകൾ വരുന്നത്. അപ്പോൾ ഈ ഓരോ പോലീസ് സ്റ്റേഷൻ ഏരിയയിലും ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളതായിട്ട് കാണാം. ആ പോലീസ് സ്റ്റേഷൻ്റെ മേധാവിയെയാണ് നമ്മൾ SHO അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത്. ഒരു SHO എപ്പോഴും ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ പണ്ടൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുമായിരുന്നു. ആ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും SHO. 2017 വരെ കേരളത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. 2017 ശേഷമാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരുന്നത്. ഇനി ഓരോ പോലീസ് സ്റ്റേഷനിലും ഈ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസുകാർ വർക്ക് ചെയ്യുന്നു. അവരാണ് നമ്മുടെ SIമാർ എന്ന് പറയുന്നത്. ഈ SIമാരുടെ കീഴിലാണ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ ASIമാർ വർക്ക് ചെയ്യുന്നത്. അവരുടെ താഴെയാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ വരുന്നത്. ഏറ്റവും താഴെയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള റാങ്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്നും IPS എന്ന് പറഞ്ഞുള്ള ഒരു സർവീസിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ കടന്നു വരുന്ന റാങ്കുകളും പൊസിഷനുകളും ചുമതലകളും അവരുടെ സാലറിയും ഒക്കെ എങ്ങനെയാണ് എന്നും കേരള പോലീസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു കാര്യം മറ്റുള്ളവർ അറിയുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്കുകളുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.